ഹായ് കൂട്ടുകാരെ, സെൽവം സ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഞാൻ നല്ലൊരു വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം പിന്നാലെ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സൂപ്പർ ഇയർലി ചക്ക, അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. നമുക്കിപ്പോഴും ഒരു 3-4 പ്രാവശ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ താഴെ അറ്റം വരെ കണ്ട മണ്ണിലാണ് അത് മുട്ടി നിൽക്കുന്നത്. ഒരു രക്ഷയില്ല. കണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഞാൻ ഇത് കബളിപ്പിക്കുന്നതല്ല. ഇത് നല്ല എല്ലാം മണ്ണിലാണ് മുട്ടി നിൽക്കുന്നത്. ഇതെല്ലാം കേടായിരിക്കും കേട്ടോ. പിടിച്ചത്തേക്കും ഉണ്ടാക്കാം. ഞങ്ങൾക്ക് ഇത് എല്ലാം അടച്ചെടുക്കുന്നത് ഒരു വിഷമം പോലെയാണ്. പിടിച്ചൊക്കെ ഉണ്ടാക്കാൻ മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരു എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുരു ഇടണം, അതേപോലെയൊന്നും ഇല്ല. ഇതുപോലെ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇത് ബഡിൻ്റെ ലാവാണ്. ഇത് സൂപ്പർ ഇയർലി മെച്ചപ്പെട്ടതാണ്. ഇതിൻ്റെ ചക്കയെന്ന് പറയുന്നത് കരിമ്പ് പോലെ ഇരിക്കും. രാവിലെ നിന്ന് തന്നെ അത് വിളഞ്ഞ് പഴുത്ത് നിൽക്കും. മണക്ക് നോക്കിയാണ് ആ ചക്ക അടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് പഴുത്ത് നിൽക്കുമ്പം നമ്മൾ വിചാരിക്കും പച്ചയായിരിക്കും, പക്ഷെ പച്ചയല്ല, അത് പഴുത്ത് നിൽക്കും. നമ്മളതിനെ അടച്ച് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം ആകുമ്പോൾ അത് കേടായി പോകും. ഇത് ചെറിയ ഭയങ്കര വലുതാവില്ല, ഒരു മീഡിയം സൈസ്. നമുക്കെല്ലാവർക്കും കൂടെ കഴിക്കാം. അത് കഴിച്ച് തീർക്കാം. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല. അത്രയ്ക്ക് ഭയങ്കര കഴിച്ചും കൊണ്ടേയിരിക്കാൻ തോന്നും. അങ്ങനെയുള്ള ഒരു ഇനത്തിൽപ്പെട്ട ലാവാണ്. അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി നടന്നു കേട്ടോ. ഇത് ഒരു 2 സെൻറ്റ് വസ്തു ഉണ്ടെങ്കിൽ അതിൽ ഒരു പിന്നിട്ടാണ് ഇതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിപ്പമുള്ളതാണ്. സാധാ ഒരു കുഞ്ഞ് ചെറിയ സ്പേസ് മതിയാവും. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ കണ്ടിട്ട് ചെറിയ ലാവാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ആവശ്യത്തിന് നമുക്കിങ്ങനെ പുറത്തൊന്നും വാങ്ങാതെ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തി നല്ല ഹൈജീനിക്കായിട്ടുള്ള ഫലം കഴിക്കുക. വസ്തുക്കളൊന്നും അടിക്കാത്ത നല്ലൊരു ഫലം നമ്മുടെ ആരോഗ്യത്തിന് ഫലപ്രദമായിട്ട് നമുക്ക് അവിയൽ വയ്ക്കാം, നമുക്ക് അതിനെ അടിക്കാം, നമുക്ക് എന്തെല്ലാം പ്രോസസ്സിങ് ചെയ്ത് കഴിക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ഈ ചക്ക നമുക്ക് കഴിക്കാം. ഒരു പ്രശ്നവും വരില്ല, ഒരു മടുപ്പും ഉണ്ടാവില്ല. അങ്ങനെയാണ് ലാവാണ് കേട്ടോ. ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ വേണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അത് അവിടെ വെച്ച് മുറിഞ്ഞതാണ് കേട്ടോ. അത് നല്ല തോരുണ്ട്. അതിൻ്റെ ഇലകളെല്ലാം കൂടി വന്നപ്പം അത് ഒടിഞ്ഞു പോയി. പിന്നെ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ വെള്ളം കൊണ്ട് അത് കേടാകാതിരിക്കാൻ, തടി കേടാകാതിരിക്കാൻ ഒരു കുഞ്ഞു ചട്ടിയൊക്കെ എടുത്ത് പൊട്ടിച്ച് അങ്ങനെ നമ്മളവിടെ വെച്ചിരിക്കുന്നതാണ്. അതാണ് അവിടെ ഒരു ഇത് ചട്ടിയുടെ രൂപം കാണുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ വെയിലത്തെടുക്കുന്നത് കൊണ്ട് വീഡിയോ അത്ര ക്ലിയറില്ല. കണ്ടല്ലോ ഇതിൻ്റെ വലിപ്പവും എല്ലാം കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ.